വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം. ഇസഹാക്കിന് പ്രായമായതോടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി. അദ്ദേഹം തന്റെ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് അവനോട് പറഞ്ഞു, എൻ്റെ മകനെ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സായി, എൻ്റെ മരണ ദിവസം എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വനത്തിൽ പോയി എനിക്ക് വേണ്ടി ഇരയെ വേട്ടയാടുക. മരിക്കുന്നതിന് മുൻപ് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് രുചിയുള്ള ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ ഭക്ഷിക്കട്ടെ. ഇസഹാക്ക് പുത്രൻ ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് വേട്ടയിറച്ചി കൊണ്ടുവരേണ്ടതിന് വയലിലേക്ക് പോയി. റബേക്ക തൻ്റെ പുത്രൻ യാക്കോബിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരൻ ഏസാവിനോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടു. എനിക്കായി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക. ഞാൻ ഭക്ഷിച്ച് എൻ്റെ മരണത്തിന് മുൻപായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മകനെ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഇപ്പോൾ അനുസരിക്കുക. നീ ചെന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ നിന്റെ പിതാവിനു വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ രുചികരമായവ പാകം ചെയ്യാം. നീ അത് നിന്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അപ്പോൾ അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതുവഴി മരണത്തിനു മുൻപ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. യാക്കോബ് തൻ്റെ അമ്മ റബേക്കായോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ സഹോദരൻ ഏസാവ് രോമാവൃതനാണ്, ഞാനാകട്ടെ രോമമില്ലാത്തവനും. ഒരു പക്ഷേ എൻ്റെ പിതാവ് എന്നെ തടവി നോക്കുകയും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ പരിഹസിക്കുന്നവനെ പോലെ ആകുകയും ചെയ്താൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും ഞാൻ എൻ്റെ മേൽ വരുത്തി വയ്ക്കുക. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. നീ പോയി അവയെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം അവൻ്റെ അമ്മ തയ്യാറാക്കി. റബേക്ക തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റേതായി വീട്ടിൽ അവളുടെ പക്കൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെടുത്ത് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും അവൾ പൊതിഞ്ഞു. അവൾ പാകം ചെയ്ത രുചികരമായ ഭക്ഷണവും അപ്പവും മകൻ യാക്കോബിൻ്റെ കൈവശം ഏൽപ്പിച്ചു. അവൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, പിതാവേ. അദ്ദേഹം വിളി കേട്ടു, ഇതാ ഞാൻ. നീ ആരാണ് മകനെ? യാക്കോബ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്നാലും അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഭക്ഷിച്ചാലും. ഇസഹാക്ക് തൻ്റെ പുത്രനോട് ചോദിച്ചു, ഇതെന്താണ് എൻ്റെ മകനെ? ഇത്ര വേഗം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അവൻ പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവാണ് എനിക്കിത് സാധ്യമാക്കിയത്. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ സ്പർശിക്കേണ്ടതിന് അടുത്തു വരിക. നീ എൻ്റെ മകൻ ഏസാവ് തന്നെയല്ലേ? യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെ സ്വരവും കൈകൾ ഏസാവിൻ്റെ കൈകളും. അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അദ്ദേഹം അവനെ തിരിച്ചറിഞ്ഞില്ല. അവനെ അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകൻ ഏസാവ് നീ തന്നെയോ? ഞാൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനായി അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ അത് അദ്ദേഹത്തിൻ്റെ പക്കൽ കൊണ്ടുചെന്നു. അദ്ദേഹം ഭക്ഷിച്ചു. അവൻ അദ്ദേഹത്തിന് വീഞ്ഞു കൊണ്ടുചെന്നു. അദ്ദേഹം കുടിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക.
അവൻ അടുത്തു ചെന്ന് അദ്ദേഹത്തെ ചുംബിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധമറിഞ്ഞിട്ട് അവനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എൻ്റെ മകൻ്റെ ഗന്ധം. കർത്താവ് അനുഗ്രഹിച്ച വയലിൻ്റെ ഗന്ധം പോലെ ആകാശമഞ്ഞിൽ നിന്നും ഭൗമഫലപുഷ്ടിയിൽ നിന്നും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയും. ജനങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജനപദങ്ങൾ നിന്നെ നമിക്കട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് നീ അധികാരിയാകുക. നിന്റെ അമ്മയുടെ മക്കൾ നിന്നെ നമിക്കട്ടെ. നിന്നെ ശപിക്കുന്നവർ ശബ്ദർ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ മുൻപിൽ നിന്ന് പുറത്തു കടന്ന മാത്രയിൽ അവൻ്റെ സഹോദരൻ ഏസാവ് നായാട്ട് കഴിഞ്ഞ് എത്തിച്ചേർന്നു. അവനും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് എഴുന്നേറ്റ് മകൻ്റെ നായാട്ടിറച്ചിയിൽ നിന്ന് ഭക്ഷിക്കട്ടെ. അതുവഴി അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കട്ടെ. നീ ആരാണ്? അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. ഇസഹാക്ക് സംഭ്രമിച്ചു പോയി, അതിഭീമമായ സംഭ്രമം. അവൻ ചോദിച്ചു, അപ്പോൾ ഇരയെ നായാടി എനിക്ക് കൊണ്ടുവന്ന അവൻ ആരാണ്? നീ വരുന്നതിന് മുൻപേ ഞാൻ അതിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയായിരിക്കും. ഏസാവ് പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിലവിളിച്ചു, അതിതിക്തമായ വൻ നിലവിളി. അവൻ പിതാവിനോട് അപേക്ഷിച്ചു, എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ പിതാവേ, എന്നെയും. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ ചതിയിൽ വന്ന് നിനക്കുള്ള അനുഗ്രഹം തട്ടിയെടുത്തല്ലോ. ഏസാവ് പറഞ്ഞു, അതുകൊണ്ട് തന്നെയല്ലേ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്. ഇത് 2ാം പ്രാവശ്യമാണ് അവൻ എൻ്റെ കുതികാൽ വെട്ടുന്നത്. എൻ്റെ കടിഞ്ഞൂൽ അവകാശം അവൻ കൈക്കലാക്കി. ഇതാ, ഇപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരനുഗ്രഹം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? അവൻ ചോദിച്ചു. ഇസഹാക്ക് ഏസാവിനോട് മറുപടിയായി പറഞ്ഞു, നോക്കൂ, ഞാൻ അവനെ നിന്റെ അധികാരിയായി അവരോധിച്ചിരിക്കുന്നു. അവൻ്റെ എല്ലാ സഹോദരങ്ങളെയും അവന് സേവകരായി ഞാൻ നൽകിയിരിക്കുന്നു. ധാന്യവും പുതുവീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തി. എൻ്റെ മകനെ, നിനക്കു വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏസാവ് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഒറ്റ അനുഗ്രഹമേ അങ്ങയുടെ പക്കലുള്ളോ? എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവേ, എന്നെയും. ഏസാവ് സ്വരമുയർത്തി കരഞ്ഞു. അവൻ്റെ പിതാവ് ഇസഹാക്ക് അവനോട് മറുപടിയായി പറഞ്ഞു, ഇതാ, ഭൗമഫലപുഷ്ടിയിൽ നിന്നും ഉന്നതാകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും അകലെയായിരിക്കും നിന്റെ വാസസ്ഥലം. നിന്റെ വാളുകൊണ്ട് നീ ജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. എന്നാൽ നീ അസ്വസ്ഥനാകുമ്പോൾ അവൻ്റെ മുഖം നിന്റെ ചുമലിൽ നിന്ന് നീ തകർത്തെറിയും. തൻ്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചതുമൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു, പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരൻ യാക്കോബിനെ കൊല്ലും. തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റെ വാക്കുകളെപ്പറ്റി റബേക്കായ്ക്ക് അറിവ് കിട്ടി. അവൾ തൻ്റെ ഇളയ മകൻ യാക്കോബിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതാ, നിന്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊല്ലാനായി പ്രതികാര ചിന്തയിലാണ്. എൻ്റെ മകനെ, ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. എഴുന്നേറ്റ് ഹാരാനിലേക്ക് എൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. നിന്റെ സഹോദരൻ്റെ രോഷമടങ്ങുവോളം നീ കുറച്ചുനാൾ അവനോടൊപ്പം താമസിക്കുക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ അവൻ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാം. ഒരേ ദിവസം നിങ്ങൾ 2 പേരും എനിക്ക് നഷ്ടപ്പെടുന്നതെന്തിന്? റബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇവരെ പോലെയുള്ള ഈ നാട്ടുകാരായ ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും ഭാര്യയായി സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് എന്തിനാണ് ജീവിതം? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കരുത്. നീ എഴുന്നേറ്റ് പാദാനാരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ നീ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ച് ഫലസമൃദ്ധമാക്കി വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ
നീ ജനങ്ങളുടെ ഒരു സമൂഹമായി തീരും. ദൈവം അബ്രാഹത്തിന് നൽകിയ നിന്റെ വിപ്രവാസത്തിന്റെ ഈ നാട് നീ അവകാശപ്പെടുത്തേണ്ടതിന് അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാനാരാമിലുള്ള അരമായനായ ബെത്തുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏസാവിന്റെയും അമ്മ റബേക്കായുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കലേക്ക് പോയി. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാദാനാരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിക്കവേ കാനാന്യരിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും ഏസാവ് മനസ്സിലാക്കി. യാക്കോബ് തന്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് പാദാനാരാമിലേക്ക് പോയി. തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൃഷ്ടികളിൽ കാനാൻ പുത്രിമാർ ദുഷിച്ചവരാണെന്ന് ഏസാവ് കണ്ടു. ഏസാവ് ഇസ്മായിലിന്റെ അടുത്ത് ചെന്ന് അബ്രാഹത്തിന്റെ പുത്രനായ ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെ തന്റെ ഭാര്യമാർക്ക് പുറമെ ഒരു ഭാര്യയായി സ്വീകരിച്ചു. യാക്കോബ് ബേർഷബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാപ്പാർത്തു. ആ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് തലയ്ക്കൽ വെച്ച് ആ സ്ഥലത്ത് അവൻ കിടന്നു. അപ്പോൾ അവൻ സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ ഉറപ്പിച്ച ഒരു കോവണി, അതിന് മുകളറ്റം ആകാശം മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാ, അതിനു മുകളിലായി കർത്താവ് നിൽക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവും ഇസഹാക്കിന്റെ ദൈവവുമാണ്. നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും. നിന്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെയാകും. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ വ്യാപിക്കും. മണ്ണിലെ വംശങ്ങളെല്ലാം നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നയിടത്തെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. എന്തെന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിന്റെ കവാടമാണിത്. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്കൽ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്റെ മുകളിൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഭക്ഷിക്കാൻ അപ്പവും ധരിക്കാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവ് എനിക്ക് ദൈവമായി തീരും. തൂണായി ഞാൻ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം ദശാംശം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. 23-ാം സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചപ്പുൽത്തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുന്ന് എന്നെ ഉജ്ജീവിപ്പിക്കുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതകളിലൂടെ എന്നെ നയിക്കുന്നു. മരണനിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ അങ്ങ് എൻ്റെ കൂടെയുണ്ട്. അങ്ങയുടെ ദണ്ഡും ഊന്നുവടിയും അവയാണ് എന്നെ സമാശ്വസിപ്പിക്കുന്നത്. എൻ്റെ എതിരാളികൾക്കെതിരെ എൻ്റെ മുൻപിൽ അങ്ങ് മേശയൊരുക്കുന്നു. അങ്ങ് എൻ്റെ ശിരസ് തൈലം പൂശുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും ഉറപ്പായും എന്നെ പിന്തുടരും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. 24-ാം സങ്കീർത്തനം. ഭൂമിയും അതുൾക്കൊള്ളുന്നവയും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. എന്തെന്നാൽ അവിടുന്നാണ് സമുദ്രങ്ങൾക്കു മീതെ അതിനെ സ്ഥാപിച്ചത്, പ്രവാഹങ്ങൾക്കു മീതെ അതിനെ ഉറപ്പിച്ചതും. കർത്താവിൻ്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിലകൊള്ളും? നിഷ്കളങ്കമായ കരതലങ്ങളും സംശുദ്ധമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയായതിലേക്ക് പ്രാണനെ ഉയർത്താത്തവൻ, വ്യാജത്തിനായി ശപഥം ചെയ്യാത്തവൻ. അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കും.
തന്റെ രക്ഷയായ ദൈവത്തിൽ നിന്ന് നീതിയും. യാക്കോബേ, നിന്റെ മുഖം അന്വേഷിക്കുന്നവരായി അവിടുത്തെ തേടുന്നവരുടെ തലമുറ ഇതാണ്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ശക്തനും വീരനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ലു കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഇടർച്ചകൾ നിമിത്തം ലോകത്തിന് ദുരിതം. നിശ്ചയമായും ഇടർച്ചകൾ വരേണ്ടതാണ്, എന്നാൽ ആരുമൂലം ഇടർച്ചകൾ വരുന്നുവോ അവന് ദുരിതം. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് നിന്നിൽ നിന്ന് എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നിനക്കു നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് നിന്നിൽ നിന്ന് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നിനക്കു നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് വഴിതെറ്റിയതിനെ അവൻ അന്വേഷിച്ചു പോകുകയില്ലേ? അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുക എന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ ഹിതമല്ല. നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടിക്കഴിഞ്ഞു. അവൻ കേൾക്കുന്നില്ലെങ്കിലോ ഓരോ വാക്കും 2-3 സാക്ഷികളാൽ സ്ഥിരീകരിക്കപ്പെടുന്നതിന് വേണ്ടി നിന്നോടൊപ്പം 1-2 പേരെ കൊണ്ടുപോകുക. അവൻ അവരെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ സഭയോട് പറയുക. സഭയെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ പത്രോസ് അടുത്തു വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 അല്ല 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ള സമസ്തവും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അതിനാൽ സേവകൻ വീണ് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എനിക്ക് സാവകാശം തരണമേ, ഞാൻ നിനക്ക് എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ കരുണ തോന്നി അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ധനാറ കടപ്പെട്ടിരുന്ന സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊണ്ട് അവൻ പറഞ്ഞു,
നീ കടപ്പെട്ടത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് കേണപേക്ഷിച്ചു, എനിക്ക് സാവകാശം തരണമേ, നിനക്ക് തന്നു തീർത്തുകൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. മറിച്ച് അവൻ പോയി കടം വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹത്തിലേക്ക് തള്ളി. അതിനാൽ അവന്റെ സഹസേവകർ സംഭവിച്ചത് കണ്ട് ഏറെ സങ്കടപ്പെട്ട് യജമാനന്റെ അടുക്കൽ പോയി നടന്നതെല്ലാം വിവരിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് ആ കടമെല്ലാം നിനക്ക് ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അവന്റെ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ ദണ്ഡകർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആകയാൽ നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ ചെയ്യും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ